Hello friends, it's me Shabeer. Mallu Karper പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൾട്ടി വുഡിലുള്ള ഒരു ക്ലോക്ക് ആണ്. ക്ലോക്ക് നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ റബ്ബറിന്റെ വുഡിലായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ മൾട്ടി വുഡിലാണ് ചെയ്യുന്നത്. അത് നമ്മൾ മുൻകൂട്ടി ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി ആ ടെംപ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ടെംപ്ലേറ്റ് വെച്ച് ചെയ്യുമ്പോൾ ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് എത്ര ക്ലോക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഒരു ക്ലോക്കിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് വുഡ് വർക്കിൽ എല്ലാ പ്രൊജക്റ്റിനും നമുക്ക് ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. നോർമലി എല്ലാവരും ടെംപ്ലേറ്റിന് ഉപയോഗിക്കുക MDF ബോർഡാണ്. നമ്മൾ ചെയ്യുന്നത് എല്ലാം കോസ്റ്റ് എഫക്റ്റീവായ രീതിയിലൂടെ ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് MDF അല്ല, ഇതിന് പകരം പ്ലൈവുഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടുതൽ സംസാരിച്ച് വെറുപ്പിക്കുന്നൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണ് ഈ ടെംപ്ലേറ്റ് ഉണ്ടാക്കാമെന്നും ഈ ടെംപ്ലേറ്റിലൂടെ നമുക്ക് എങ്ങനെയാണ് ഓരോ വർക്ക് നമ്മൾ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ക്ലോക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളൊരു ക്ലോക്കിൻ്റെ ഷേപ്പിലുള്ള ഇമേജ് നെറ്റിൽ നിന്നൊക്കെ നല്ല നോക്കിയിട്ടൊന്ന് എടുത്തിട്ട് ഞാൻ യാത്രയിൽ പ്രിൻറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങളിതുപോലെ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തെടുക്കണമെന്നില്ല. നിങ്ങൾക്ക് പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് നിങ്ങൾക്ക് വരച്ചെടുക്കാം. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ മരത്തിൽ നേരിട്ട് വരക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ഡിസൈൻ നോക്കിയിട്ട് ഞാൻ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഇത് നമ്മളിനി ഒരു പ്ലൈവുഡിൽ സെറ്റ് ചെയ്തിട്ട് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മൾട്ടിവുഡിലാണ് ഈ ക്ലോക്ക് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്ലൈവുഡിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ഈ ഷേപ്പുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെഷീൻ എന്ന് പറഞ്ഞാൽ ജിക്സോ കട്ടറാണ്. പക്ഷേ ജിക്സോ കട്ടർ വെച്ചാണ് മൾട്ടിവുഡ് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം പ്ലൈവുഡ് കട്ട് ചെയ്തിട്ട് പിന്നെ റൂട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മൾട്ടിവുഡ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് പ്ലൈവുഡിൽ സെറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പ്ലൈവുഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷേപ്പോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. മതി നമ്മൾ വേറൊരു വർക്കിൻ്റെ ബാലൻസ് വന്ന കട്ടിങ് പീസാണ്. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് ഏകദേശം ഇത് കറക്റ്റ് സൈസായിട്ട് വരും. ഇതിൻ്റെ വിഡ്ത്തും ലെങ്ത്തൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് ഏകദേശം സൈസിൽ വരുന്നൊരു പീസൊക്കെ ഞാൻ എടുത്തതാണ്. ഇനി ഇത് ഇതിലേക്ക് അളകാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് സ്റ്റാപ്പിൾ ചെയ്ത് വെക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ക്ലോക്കിന് വേണ്ടിയ ഷേപ്പ് നമ്മൾ ഏകദേശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് പേപ്പർ ഇട്ടൊന്ന് സ്മൂത്താക്കി എടുക്കണം. കാരണം ഇതിൻ്റെ കട്ടിങ്ങിലൊക്കെ ഒരുപാട് ഒന്നുകൂടി ക്ലിയർ ആക്കാനുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പേപ്പർ ഇടാം. ഫ്രണ്ട്സ്, നമ്മൾ ക്ലോക്ക് ഉണ്ടാക്കാനുള്ള ടെംപ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ എല്ലാ സൈഡുകളും നമ്മൾ പേപ്പർ ഇട്ട് നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ള 8 mm മൾട്ടിവുഡാണ്. ഈ മൾട്ടിവുഡിലാണ് നമ്മൾ ഈ ടെംപ്ലേറ്റ് വെച്ച് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ടെംപ്ലേറ്റിന് മുകൾ ഭാഗത്തായിട്ടാണ് ഞാൻ ഇത് വെക്കുന്നത്. കാരണം നമ്മൾ ട്രിമ്മർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ട്രിമ്മറിൻ്റെ ബെയറിങ് വരുന്ന താഴെ ഭാഗത്തായതുകൊണ്ട് താഴെ ഭാഗത്ത് നമ്മൾ ടെംപ്ലേറ്റ് വരുന്ന രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്.
ഫ്രണ്ട്സ്, അങ്ങനെ മൾട്ടിവുഡ് നമ്മൾ അതേ ക്ലോക്കിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ എന്തിനാണ് അങ്ങനെ ഒരു ടെംപ്ലേറ്റ് ആദ്യം ഉണ്ടാക്കിയതെന്ന്. കാരണം ഒരു പ്രാവശ്യം നമ്മൾ ടെംപ്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ഇതുപോലെയുള്ള എത്ര ക്ലോക്ക് വേണമെങ്കിലും നമുക്ക് ആ ടെംപ്ലേറ്റ് വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ അന്ന് പ്ലൈവുഡിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്നതിന് പകരം നേരിട്ട് നമ്മൾ മൾട്ടിവുഡിലാണ് കട്ട് ചെയ്തിരുന്നത് എങ്കിൽ നമ്മൾ ജിക്സോ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഈ ഒരു സ്മൂത്തിൽ കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്മൂത്ത്നെസ് കാണാത്തതെന്ന് വെച്ചാൽ ഇതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ട്. ഞാൻ പെയിൻ്റ് അടിക്കാൻ നേരത്തെ അത് പറിച്ചിടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്മൂത്ത്നെസ് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പ്ലൈവുഡിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ജിക്സോ നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ ഈ ഒരു PVC ബോർഡിൽ നമ്മൾ ജിക്സോ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈഡൊന്നും ഈ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. ഒക്കെ ഇപ്പോൾ ഒരു പൊട്ടിപ്പൊളിഞ്ഞ പോലെ ഒരു ചെതറിക്കൊണ്ടായിരിക്കും ഇതിൻ്റെ സൈഡുകൾ ഉണ്ടാവുക. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് പെയിൻറ്റ് ചെയ്യാണ്. ഞാൻ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്പ്രേ പെയിൻ്റാണ്. മറ്റേ ബ്ലാക്ക് സ്പ്രേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവരുടെ വീടിൻ്റെ പെയിൻറ്റ് എന്ന് പറയുന്നത് ഫുള്ള് വൈറ്റ് പെയിൻ്റാണ്. അപ്പോൾ അതിലേക്ക് ബ്ലാക്ക് ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ബ്ലാക്കിൽ എപ്പോഴും മാറ്റ് ബ്ലാക്ക് ആയിരിക്കും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ മാറ്റ് ബ്ലാക്ക് എടുത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പെയിൻറ്റ് ഉണങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പണിയും കൂടി ഉണ്ട്. നമ്മളിതിന് വേണ്ടി മേടിച്ചിട്ടുള്ള സൂചികളൊക്കെ ബ്ലാക്കാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ക്ലോക്കിൽ ബ്ലാക്ക് സൂചി ആകുമ്പോൾ കാണൂലല്ലോ. അപ്പോൾ നമുക്ക് സൂചിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കും വേണം. അപ്പോൾ അത് ഉണങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതും കൂടി ഒന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മളുടെ ക്ലോക്ക് നമ്മൾ അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട സൂചിയും അടിച്ച പെയിൻറ്റൊക്കെ നല്ല ഉണങ്ങിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മോട്ടർ ഫിറ്റ് ചെയ്യണം. നമ്മളിതിന് മുമ്പത്തെ പ്രാവശ്യം നമ്മൾ ക്ലോക്ക് ഉണ്ടാക്കിയപ്പോൾ ഉപയോഗിച്ച അതേ കമ്പനിയുടെ മോട്ടറാണ് ഞാൻ ഇവിടെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അന്ന് ചെയ്ത പോലെ തന്നെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാനിവിടെ ഒട്ടിച്ചെടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മളിതിൻ്റെ മോട്ടർ ഫിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആദ്യം മണിക്കൂർ സൂചി ഫിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് മിനിറ്റ് സൂചി ഫിറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു ക്ലോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും മിസ് ചെയ്യാതിരിക്കുക. ഇനിയും നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.